സ്നേഹസ്വാഗതം. അപ്പം ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തം 1, ഇനി അത്തം 10 തിരുവോണം എന്നല്ലേ പറയുക. അത്തം 1-ാം തീയതി ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെ ഇന്ന് ഞാൻ നമ്മുടെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് ഗൈസ്. രാവിലെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം കണ്ട അതിമനോഹരമായ ഒരു കാഴ്ചകളാണ് കേട്ടോ. മുഴുവൻ കാട്ടുപൂക്കളാണ്. സാധാരണ ഈ ഭാഗത്ത് ഇതുപോലെ കാട് വരും വയക്കുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഇവിടെ കാട് തെളിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഈ കാടിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഞാൻ വരാറ്. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, എനിക്കിന്ന് വളരെയധികം പ്രത്യേകതയായിട്ട് തോന്നിയത് കൊങ്ങിണിപ്പൂക്കളും പലതരം പൂക്കൾ, കാട്ടുപൂക്കൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുക കേട്ടോ. കൊങ്ങിണിപ്പൂവും പിന്നെ മറ്റൊന്നൊരു കൊന്നയുടെ ഇല പോലത്തെ ഒരു ഇല, ഈ പൂവിൻ്റെ പേരറിയുന്നവരൊന്ന് പറഞ്ഞു തന്നുള്ളൂ. അതാണെങ്കിൽ അതും സൂര്യൻ്റെ കിരണങ്ങൾ രാവിലത്തെ പ്രഭാതം പൊട്ടി വരുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഇങ്ങനെ മഞ്ഞിൽ കുളിർന്ന് നിൽക്കുന്ന അതിമനോഹരമായൊരു കാഴ്ച. അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അന്നേരപ്പം തന്നെ ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. പിന്നീട് ഞാനത് നമ്മുടെ ക്യാമറയിലേക്ക് പകർത്തുകയായിരുന്നു കേട്ടോ. ഇതൊരു തരം ഇതിൻ്റെ ഇല ഒരു വെണ്ടയുടെ ഇല പോലെയാണ്. അതിൻ്റെ പൂവും വെണ്ടയുടെ പൂവ് പോലെ മഞ്ഞ നിറത്തിലുള്ള. അത് രാവിലെ തന്നെ പൂർണ്ണമായി വിടർന്നിട്ടില്ല. എല്ലാവരും വിടരാൻ വേണ്ടി ഇങ്ങനെ ഇതാ കാത്തു നിൽക്കുകയാണ്. ഒരു പ്രഭാതത്തിൻ്റെ പുലരിക്ക് വേണ്ടി അവരും കാത്തിരിക്കുകയാണ്. ഇനി 10 നാൾ വരെ ഓണമാണ്. നമ്മൾ പൂക്കളില്ല എന്ന് പറഞ്ഞിട്ട് പലയിടത്തും നമ്മൾ തെണ്ടി തിരിഞ്ഞ് നടക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ പൂക്കളാട്ടോ. പക്ഷേ അതിനകത്ത് ഒരു ചെടിയിൽ അച്ചിൽ വന്നിട്ട് മുഴുവനായിട്ട് ആ ചെടീനെ കവർന്ന് നിന്നാണ്. പിന്നെ നമ്മളെ തൊട്ടാവാടിപ്പൂ നോക്കി എന്ത് രസമാണ്. കുഞ്ഞു കുഞ്ഞ് തൊട്ടാവാടിപ്പൂക്കൾ. തൊട്ടാവാടിനെ ഒന്ന് തൊട്ടാൽ മതി, അവൻ പെട്ടെന്ന് പിണങ്ങും കേട്ടോ. കണ്ടോ, അവർ പിണങ്ങി. എന്ത് രസമല്ലേ. ഇതൊക്കെ ഒരു കാലം. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇത്തരം പൂക്കളൊക്കെ തന്നെ പറിച്ചിട്ടായിരുന്നു അത്തം ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ വീട്ടിൽ മുറ്റത്താണെങ്കിലും പലതരത്തിലുള്ള പിന്നെ എന്താ പറയുക പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ചേമ്പിൻ്റെ പൂവ്, മത്തൻ്റെ പൂവ്, പിന്നെ വാഴയുടെ കൂമ്പിലുണ്ടാകുന്ന പൂക്കൾ, പിന്നെ തൊടിയിലൊക്കെ കിട്ടുന്ന മഷിപ്പൂക്കൾ, പിന്നെ തുമ്പപ്പൂവ്, അങ്ങനെ ഒരുപാട് പൂക്കൾ. ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ അവിടെ ഒരു കണ്ടമുണ്ട്, കണ്ടത്തിലൂടെ നടന്ന് ഇത്തരം പൂക്കളെല്ലാം നുള്ളി പറിച്ചിട്ടാട്ടോ ഒരു ദിവസം ഞങ്ങൾ അത്തം ഇടുക. പണ്ടൊക്കെ ഞങ്ങളൊക്കെ മിക്ക ദിവസവും അത്തം ഇടും. കാരണം വെച്ചാൽ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം പിന്നെ നമുക്ക് ഓണം വരെ നല്ല സമയം ഉണ്ടാവും. പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ പിന്നെ പരീക്ഷയായിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ ഈ പൂമ്പാറ്റകൾ, ഇതിൻ്റെ തേൻ നുകരാൻ വരുന്ന ഒരുപാട് പൂമ്പാറ്റകൾ ഇതിൻ്റെ കൂടുതൽ കാണാൻ കഴിഞ്ഞു കേട്ടോ. ഇന്നൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരുപാട് കാഴ്ചകളൊന്നാണ് ഇത്തരം ചെടികളും പൂക്കളൊക്കെ തന്നെ കേട്ടോ. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മുടെ ചുറ്റും അവിടങ്ങളൊക്കെ കാണാൻ കഴിയും. പക്ഷെ ആരും അത് ശ്രദ്ധിക്കാറില്ല കേട്ടോ. ഇതൊരു അമ്മപ്പട്ടിയാണ്. അവൻ്റെ മക്കൾ ഈ കാടിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. അപ്പോൾ അവരെ തിരഞ്ഞാണ് മൂപ്പര് പോകുന്നത്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവൻ്റെ മക്കളെ കണ്ടുപിടിച്ചു ഗൈസ്. അത് ഞാൻ പിന്നീട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളിത് എരിക്കിൻ്റെ പൂവാണ്. അവൻ്റെ ഒരു ഭംഗി നോക്കി. അയ്യോ, എന്തൊരു സുന്ദരിയായിട്ടാണ് നിൽക്കണേ. ഇവിടുന്ന് ആരും പൂവൊന്നും പറിക്കണമൊന്നുമില്ല. പക്ഷേ ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വലിയൊരു കാടാണ്. കാടിൻ്റെ ഇടയിലുള്ള നല്ല മനോഹരമായ കുറേ പൂക്കളെ ഞാൻ പെറുക്കി കൂട്ടിയെടുത്ത കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, ഞാൻ അക്രി കൊടുക്കുന്ന സ്ഥലത്തിൻ്റെ ആ ഭാഗത്താണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ അമ്മപ്പട്ടി ആ ഗുഹേൻ്റെ ഉള്ളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ പുറമേ നിന്നുള്ള കാഴ്ച. പെട്ടെന്ന് നമ്മൾ പൂക്കളുണ്ടെന്നൊന്നും തിരിയില്ല. പക്ഷേ ഇതിൻ്റെ അടുത്തു കൂടെ പോകുമ്പോഴാണ് ഇങ്ങനെ കുറേ പൂക്കളൊക്കെ കാണുന്നത് കേട്ടോ. ഇങ്ങനെ കുറേ പൂക്കൾ പറിച്ചാൽ തന്നെ നമുക്കൊരു ദിവസത്തേക്ക് അത്തോടാനുള്ള ഇഷ്ടംപോലെ പൂക്കൾ കിട്ടും. അത് പല നിറത്തിലുള്ള പൂക്കളൊക്കെയാണ്. പിന്നെ നമ്മുടെ മുറ്റത്തുള്ള ചെമ്പരത്തിയും ചെത്തിയും എല്ലാം കൂടി പറിച്ച് വെച്ചാൽ അത്യാവശ്യം നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പൂക്കളൊക്കെ ഇടാനൊക്കെ പറ്റും കേട്ടോ. അവിടുന്ന് അങ്ങനെ ഒരു പാടിലോറ് കയറി വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്താണെന്നോ, ഞാനിപ്പം ആദ്യം എൻ്റെ യൂട്യൂബിൽ ഞാനിട്ട വീഡിയോ ഒന്നും അൽഗോരിതത്തിന് തെറ്റായ രീതിയിലാണെന്നൊരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഇപ്പം ഈ യൂട്യൂബിൻ്റെ രീതിയിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അതാണ് ഇച്ചിരി മാറ്റം വന്നേക്കുന്നത് കേട്ടോ വീഡിയോയ്ക്ക്. അപ്പോൾ ഇത് നമ്മുടെ ആക്രിക്കട ഭാഗമാണ്. ഇനിയിപ്പോൾ കുറച്ച് ആക്രി ഉണ്ട്, അത് കൊടുക്കണം. പിന്നെ ഒന്ന് ചായയെല്ലാം കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ആക്രി കൊടുത്തിട്ട് നമ്മുടെ ചങ്ങായി അതൊക്കെ അവിടെ വലിച്ചു കൊണ്ടിട്ടു. അപ്പോൾ 5 × 2 7 8 80 രൂപ കിട്ടി കേട്ടോ. അങ്ങനെ റൂമിലും ഇന്ന് നല്ല പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എപ്പീസിയ പ്ലാന്റിൽ റെഡ് നിറത്തിലുള്ള പൂവാട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടാകുന്ന പൂക്കളൊന്നും പറിക്കാൻ ഓണത്തിനാണെങ്കിലും എന്താണ് മടിയാട്ടോ. എനിക്ക് തൊടിയിലൊക്കെ പൂക്കൾ പറിച്ചിട്ട് അത്തവിടാനാണ് ഒത്തിരി ഇഷ്ടം. ഞാൻ വീട്ടിലുള്ളപ്പോൾ അത്തവിടാറുണ്ട്. പക്ഷേ ചില ആൾക്കാർ പറയും മുസ്ലിങ്ങൾക്ക് അത്തവിടാൻ പാടില്ല, മുസ്ലിങ്ങൾക്ക് ഹറാമാണെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ വിചാരിക്കും ഇതൊക്കെ കുറച്ച് പൂക്കളല്ലേ, അത് നമ്മുടെ മുറ്റത്ത് കുറച്ച് ഇടുന്നതിന് എന്ത് ഹറാമാണാവോ. ഇത് ഇപ്പോഴും ഈ ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഉമ്മച്ചി ചിലപ്പോൾ ചീത്ത പറയും, ചിലപ്പോൾ ഒന്നും പറയില്ല കേട്ടോ.
പിന്നെ ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഒന്ന് ഇടുമ്പോൾ വെച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ എല്ലാ ജാതി മതസ്ഥരും ഉള്ളതുകൊണ്ട് അവരെല്ലാവരും ഇടുമ്പോൾ ഞാനും ആ കൊടുത്തിടും. അന്നൊന്നും ഉമ്മ ഒന്നും പറയില്ല. അപ്പോൾ ആക്രിക്കടയിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പാത്രമാണ്, അത് ഒരുപാട് ഓട്ടയോട്ടയുള്ള പാത്രമായിട്ട് ഞാൻ എടുത്തു. അപ്പോൾ എനിക്കതൊരു ഉപകാരമായിട്ട് തോന്നി. എന്താ പറയുക, സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ സോപ്പിൽ വെള്ളം കെട്ടിക്കാണ്ട് നമുക്ക് അലിയാണ്ട് കിട്ടും. ഒരുപാട് ഓട്ടയുള്ള പാത്രമില്ലേ, അപ്പോൾ അതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നു. ആക്രിക്കടയിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ കാണുന്നത് ഞാൻ എടുത്തുകൊണ്ട് വരും. ഈ ബക്കറ്റൊക്കെ ഞാൻ ഈ വെള്ള ബക്കറ്റൊക്കെ ആക്രിക്കടയിൽ നിന്ന് മേടിച്ചാട്ടോ, അത് 10, 20, 30 രൂപ കൊടുത്താലൊക്കെ കിട്ടും. സ്റ്റൂള് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടും കേട്ടോ. അത്യാവശ്യം ഓരോ സാധനം കൊണ്ട് വലിച്ചെറിയുന്ന സാധനങ്ങളല്ലേ. ഇന്നലെയൊക്കെയാണ് നല്ല ഫ്രിഡ്ജൊക്കെ കൊണ്ടുവരും ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട്. പിന്നെ അതൊന്നും മേടിച്ചിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. എന്തായാലും തുണി അലക്കുമ്പോഴത്തേക്ക് പുറത്ത് കുറച്ച് വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. രാത്രിയിൽ ഭയങ്കര മഴയായിരുന്നു ഇന്നലെ, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ രാവിലെ തന്നെ കുറച്ച് വെയിലെല്ലാം കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞുള്ള അവസ്ഥ എന്താണെന്നറിയില്ല, ഞാനൊരു ഉറങ്ങുമ്പോഴായിരിക്കും മഴ വരുന്നത്. അപ്പോൾ തുണി ആറിയിടാൻ പോകുമ്പോൾ അവിടെ ഒരാൾ എന്നെ എന്നും വേണ്ട എത്തി നോക്കും, ചിലപ്പോൾ കുറേ കുറയ്ക്കും കേട്ടോ. ഇന്നലെയൊക്കെ ഭയങ്കര കുറയായിരുന്നു. പക്ഷേ ഇന്നലെ മൂപ്പരെ ഞാൻ പരിചയപ്പെട്ടു. മൂപ്പരോട് കുറച്ച് പറഞ്ഞു, ഞാൻ കാസിംബായിയാണ്, നീ എന്നെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. സംഭവം വേറെ അവളുടെ ഒക്കെ ഒരു കുട്ടിയുണ്ട് അവിടെ, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഈ കുഞ്ഞൊരു വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് വരാം.